വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ തീരുമാനം. വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. ദുബൈയിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഇതിനിടെ വിഭഞ്ചികയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണം ആത്മഹത്യ തന്നെയെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. പോയി സംസാരിച്ചു. നമുക്കിതേപോലെ ബോഡി വിട്ട് തരണം, രണ്ടുപേരുടെയും ബോഡി വേണമെന്നുള്ള ആവശ്യം നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് ഇങ്ങനെയുള്ളൊരു മരണമാണ്, നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നാട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തെങ്കിലേ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ അവർ ഒട്ടും തയ്യാറായില്ല. അതായത് നിരീക്ഷും അവർ ഒട്ടും തയ്യാറല്ല. അതിന് അവർക്ക് ഇവിടെ തന്നെ വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇനി ഇതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇത് വൈകും. അപ്പം നമുക്ക് ഇനിയും ഇതിങ്ങനെ ഇപ്പം നടന്നിട്ട് 9-10 ദിവസമാകും. ഇനിയും ഇങ്ങനെ നമ്മൾ കുട്ടീനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർ പറയുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സമ്മതിച്ച്, അതായത് വിഭജിക്കയുടെ ശരീരം നമുക്ക് തരും, കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും, നമ്മളും കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത്. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, സങ്കടമുള്ള കാര്യമാണ്, അമ്മയും കുഞ്ഞുമാണ്. പക്ഷേ അച്ഛന് കുഞ്ഞിന് അവകാശമുണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നലെ കോൺസുലേറ്റിൽ നടന്ന ഒരു സമവായ ചർച്ചയിൽ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അതേസമയം നിയമ പോരാട്ടം തുടരും. ഇന്നിപ്പോൾ അത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നുണ്ട്. വിഭജികയുടെ കുടുംബം നൽകിയ പരാതി എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാനിരിക്കുന്നത്? ശ്രീജ, നിയമ പോരാട്ടത്തിനൊപ്പം തന്നെ വൈകാരികമായ തലത്തിൽ കൂടി ഈ കേസിൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം വിഭജികയുടെ കുടുംബം പറയുന്നത്, അമ്മ ശൈലജയും സഹോദരൻ വിനോദും പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ മൃതശരീരം ഇങ്ങനെ വെച്ച് മത്സരിക്കാൻ തങ്ങളില്ല എന്ന കാര്യമാണ്. എത്രയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ സംസ്കാരം നടത്തണം എന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ UAE-യിൽ നടന്ന ചർച്ച, അവിടുത്തെ കോൺസുലേറ്റിൽ നടന്ന ചർച്ച, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാമർശം, ഇതെല്ലാം തന്നെ കുടുംബം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംസ്കാരത്തിന് അവർ സമ്മതിക്കുന്നത്. മാത്രമല്ല 1.5 വയസ്സുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ മൃതദേഹം വെച്ച് തമ്മിലുള്ള ഒരു പോരിന് തങ്ങൾ തയ്യാറല്ല എന്ന കാര്യമാണ് ഈ കുടുംബം പറയുന്നത്. ഇന്ന് സംസ്കാരം നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ഇന്ന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു രാജ്യത്ത് നടക്കുന്നൊരു കാര്യമാണ്. എങ്ങനെ കുഞ്ഞിൻ്റെ സംസ്കാരം അവിടെ നടത്തരുത് എന്ന് പറയാൻ കഴിയുമെന്ന് വാക്കാൽ കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശമുണ്ടായിരുന്നു. പക്ഷേ വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും. അതിനുവേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ, അതിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ, അവർ സമീപിച്ച ആളുകളെല്ലാം തന്നെ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തു നൽകിയിരുന്നു. ഏതായിരുന്നാലും കൊല്ലത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭർത്താവ് നിതീഷിനെതിരെ നിയമപോരാട്ടം തുടരും എന്ന് തന്നെയാണ് വിഭജികയുടെ കുടുംബം പറയുന്നത്. ഭർത്താവിൻ്റെ സഹോദരിയും ഈ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്, പിതാവിനെയും പ്രതിയാക്കിയിട്ടുണ്ട്. 3 പേരാണ് ഈ കേസിൽ പ്രതികളായുള്ളത്. 3 പേരുടെ ഭാഗത്തു നിന്നും മാനസികവും ശാരീരികവുമായ അതിക്രമം ഉണ്ടായി എന്നതാണ്. നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞ് വിഭജികയുടെ തലമുണ്ടനം ചെയ്തു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. നേരത്തെ ഈ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ വീട്ടിൽ നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. തൻ്റെ സാലറി പോലും തനിക്കെടുക്കാൻ കഴിയാത്ത നിലയുണ്ടായിരുന്നു. തൻ്റെ ശമ്പളം പ്രതീക്ഷിച്ച് ആ കുടുംബം നീങ്ങിയെന്ന കാര്യം വിഭജിക പറയുന്നു. ആ തരത്തിൽ അതിക്രൂരമായി ആ പെൺകുട്ടിയെ അവിടെ പീഡിപ്പിച്ചു എന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നിയമവശമുണ്ട്, നിയമ പോരാട്ടമുണ്ട്. കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നൽകുക എന്ന കാര്യം, അതിൽ ഈ കുടുംബം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ശ്രീജ. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.